ദേ നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മലയാളിയെ കാണാനാണ്. ബാംഗ്ലൂരാണ് എത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരിക്കും 4 കോളേജുണ്ട്, കൂടാതെ ദുബൈയിൽ ബിസിനസ്സുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അടിപൊളി ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം സാറേ. നമസ്കാരം. പേരെന്തോരം സാറേ? എൻ്റെ പേര് ഷൈൻ ഡാനിയൽ. നാട്ടിലെവിടാ? നാട്ടിൽ പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. സാർ എത്ര വർഷമായി ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ട്? ഏകദേശം ഒരു 20-21 വർഷമായി. 21 വർഷം കൊണ്ട് ബാംഗ്ലൂരിൽ എത്തി. എനിക്ക് തോന്നുന്നു പഠനമൊക്കെ ഇവിടെ തന്നെ ആണെന്ന് തോന്നില്ലേ? അതെ, എൻ്റെ UG PG എല്ലാം ഞാൻ ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ ശരിക്കും ഈ ഒരു ഇവിടെ തന്നെ ഇപ്പൊ എത്ര കോളേജ് ഉണ്ട് നമ്മുടെ ബാംഗ്ലൂർ? നിലവിൽ എനിക്കിപ്പോൾ 3 നഴ്സിംഗ് കോളേജ് ഇവിടെ ഇപ്പൊ നിലവിൽ നമുക്ക് റൺ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ ദുബൈയിൽ എന്തൊക്കെയാ ബിസിനസ്? ദുബായിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എഡ്യൂക്കേഷനിലുണ്ട്, ഒരു HR കൺസൾട്ടൻസി ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു എയർ ആംബുലൻസ് സർവീസ് ഉണ്ട്. ഈ എയർ ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്റർനാഷണൽ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യും പല രാജ്യങ്ങളിലേക്കായിട്ട്. അപ്പോൾ അതിനൊരു ടീമും കാര്യങ്ങളും ഡോക്ടേഴ്സും നഴ്സുമാരുടെ ഒരു ടീമുണ്ട്. അപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓരോ പേഷ്യൻസിന് ഓരോ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളത് എയർ ആംബുലൻസ് വഴി ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. പിന്നെ അവിടെ ഹോം ഹെൽത്ത് കെയർ, ഫിസിയോതെറാപ്പി, ക്ലിനിക്സ്, അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെയാണ് ദുബായ് ചെയ്യുന്നുണ്ട്. സാറേ, കേരളത്തിൽ സാറിന് എന്തൊക്കെ സ്ഥാപനം ഉള്ളത്? നമുക്ക് തേജസ് സ്കാനിങ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുണ്ട്. അതിൻ്റെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരാണ്. അതിൻ്റെ ബ്രാഞ്ച് ഓഫീസ് അടൂരുണ്ട്, കോട്ടയത്ത് ശാസ്ത്രി റോഡുണ്ട്, കൊച്ചിയിൽ MG റോഡിലുണ്ട്. അപ്പം അതിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഒന്ന് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കരിയർ മെൻറ്ററിങ്, കരിയർ ഗൈഡൻസ്, അതുപോലെ തന്നെ HR പ്ലേസ്മെൻറ്റ്, നേഴ്സിംഗ് പ്ലേസ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ ചെയ്യുന്നത് ഇത് 2009 ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇന്നത്തേക്ക് ഏകദേശം ഒരു 16 വർഷമായിട്ട് ഉള്ള ഒരു കമ്പനിയാണ്. അനേക ആൾക്കാർക്ക് നമ്മൾ ഇതിലൂടെ ജോലി കൊടുത്തു. ഒരു 10,000 അതിലും കുട്ടികൾക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സാർ, ഈ കർണാടകയിലെ നമുക്ക് ഈ നേഴ്സിംഗ് പഠിക്കാനായിട്ട് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ കർണാടകയിൽ പ്രധാനമായിട്ട് നേഴ്സിങ്ങിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് 2, 3, 4 കോഴ്സുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒന്ന് GNM നേഴ്സിംഗ് വരും, പിന്നെ BSc നേഴ്സിംഗ് വരും, പോസ്റ്റ് BSc നേഴ്സിംഗ് വരും, MSc നേഴ്സിംഗ് വരും. ഇത് 4മാണ് പ്രധാനമായിട്ട് നേഴ്സിങ്ങുകൾ പ്രധാനമായിട്ട് ഇവിടെ ഇപ്പം നിലവിലിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകൾ. അപ്പം അതിൻ്റെ അകത്ത് ഈ BSc നേഴ്സിങ്ങിന് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിത്ത് ഇംഗ്ലീഷ് 45 മാർക്സ് നമുക്കുണ്ടെങ്കിൽ അണ്ടർ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നമുക്ക് ഒരു കുട്ടിക്ക് BSc നേഴ്സിംഗ് അഡ്മിഷൻ എടുക്കാനൊക്കും. അപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കർണാടകത്തിൽ KSET വേണമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം KSET എഴുതാതെയും എഴുതിക്കൊണ്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യത 25-26 സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പലതുണ്ട്. അപ്പം അവിടെ നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നമുക്ക് എഴുതിക്കൊണ്ട് BSc നേഴ്സിംഗ് പഠനം മുന്നോട്ട് പോകാനൊക്കും. അതുപോലെ ഇവിടെ യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുമ്പം ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം 100 സീറ്റ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 80 സീറ്റ് KEയുടെ അണ്ടറിലും 20 സീറ്റ് മാനേജ്മെൻറ്റിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സീറ്റുകൾ നമുക്ക് എടുക്കാനും പഠിക്കാനും മാനേജ്മെൻറ്റ് സീറ്റുകൾ എടുക്കാനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. അപ്പം ഇതാണ് പ്രധാനമായിട്ട് ഈ പിന്നെ കർണാടകയിലെ നിലവിലുള്ള സാഹചര്യത്തിൽ KSETൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു നിലവിലെ അവസ്ഥകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാറേ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ സയൻസ് പഠിച്ചവർക്ക് മാത്രമേ ഈ നേഴ്സിങ്ങിന് ചേരാൻ പറ്റത്തുള്ളൂ? സാറേ, അതങ്ങനെയല്ല. അതായത് സയൻസ് പഠിച്ചവർക്കും അല്ലാത്തവർക്കും ഈ പറഞ്ഞതുപോലെ നമുക്ക് നേഴ്സിംഗ് പഠിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് നമ്മളൊക്കെ ഉണ്ട്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അറിയാമല്ലോ നിലവിലെ സാഹചര്യത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് വരുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് വരുന്നുണ്ട്, കൊമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിലവിലെ കേരളത്തിലെ സാഹചര്യങ്ങളിലുള്ള കോഴ്സുകൾ പോകുന്നത്. അപ്പോൾ ഈ ഹ്യൂമാനിറ്റീസ് അല്ലെ കൊമേഴ്സ് പഠിച്ച ഒരു കുട്ടിക്കും BSc നേഴ്സിംഗ് പഠിക്കാൻ ഒരു സുവർണാവസരമുണ്ട്. പക്ഷേ അത് പലർക്കും അറിയാം, പക്ഷേ അറിയത്തില്ല. പക്ഷേ അതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡിപ്ലോമയുടെ ഒരു 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് 2 വർഷത്തെ പോസ്റ്റ് BScക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റായിട്ട് BSc നേഴ്സിംഗ് പഠിക്കാനൊക്കും. അത് ഒരു നല്ല അവസരങ്ങളാണ്. അതിപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാകും. ഇപ്പം ഒരു BSc നേഴ്സിംഗ് പഠിക്കുന്ന 8 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ മിനിമം ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ മൊത്തം ഫുഡും അക്കോമഡേഷനൊക്കെ ചിലവ് വരുമ്പോൾ ഒരു GNM നേഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ 3-4 ഇടയ്ക്ക് മൊത്തത്തിൽ അവർക്ക് പഠിച്ചിറങ്ങാനൊക്കെ. അപ്പം നിർദ്ധരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ചെറിയൊരു എഡ്യൂക്കേഷൻ ലോണോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ടാണ് അവർക്ക് അവരുടെ വിദ്യാഭ്യാസവും അവിടെ നേഴ്സിംഗ് എന്നുള്ള സ്വപ്നം അവർക്ക് പൂവണിയാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു നല്ല ഒരു സമൂഹത്തിന് നല്ലൊരു ഗുണമുള്ളൊരു കാര്യമാണ്. സാറേ, അതുപോലെ തന്നെ ശരിക്കും സാർ കുറേ മേഖലകൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിലായാലും ബാംഗ്ലൂരിലായാലും ദുബൈയിലായാലും പല ബിസിനസ്സുകൾ സാർ ചെയ്യുന്നുണ്ട്, കോളേജായാലും പല കാര്യങ്ങളും. സാർ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ബേസിക്കലി ഞാനൊരു MSc നേഴ്സാണ്. MSc ഇൻ സൈക്കാട്രിക് നേഴ്സിംഗാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നേഴ്സിംഗ് കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് പൊതുവേ ഉള്ളൊരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകണമെന്ന്. ശരിക്കും പറഞ്ഞാൽ 2010 എനിക്ക് IELTS കാനഡയ്ക്ക് പോകാൻ നല്ലൊരു അവസരം ലഭിച്ചതാണ്.
എന്നാൽ അന്നത്തെ ചില സാങ്കേതിക കാരണങ്ങളൊക്കെ കൊണ്ടന്ന് മുന്നോട്ട് കടന്നു പോകാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ അല്ലെ പ്ലേസ്മെൻറ്റ് മേഖലകളിലേക്ക് തിരിയണമെന്ന് വളരെ ആഗ്രഹിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലോകത്ത് നമ്മൾ വിദ്യ അഭ്യസിപ്പിച്ച് കൊടുക്കുകയാണെന്നുള്ള അത് എന്നും അവർക്കൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് ചിന്തിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യം, വിദ്യാഭ്യാസവും തൊഴിലും ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നമ്മൾ കൊണ്ട് കഴിയാവുന്നത് പകർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് രാജ്യത്തിനും നാടിനും എന്നും നല്ലതാകാം. പ്രത്യേകിച്ച് നമ്മളെ കേരളം പോലെ ഒരു സംസ്ഥാനം 100% സാക്ഷരതയുള്ളൊരു സംസ്ഥാനത്ത് മാക്സിമം ആൾക്കാരെ വിദ്യാഭ്യാസത്തിലൂടെ നയിക്കുകയും അതിലൂടെ നമ്മളെ നാടിനും രാജ്യത്തിനും ഉന്നമനം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ലക്ഷ്യം. അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. നിലവിൽ എനിക്ക് അടൂർ, കോട്ടയം, കൊച്ചി, ബാംഗ്ലൂർ, ദുബായ് ഈ സ്ഥലങ്ങളിലൊക്കെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 10,000-15,000 കുട്ടികൾക്ക് ഞാൻ എഡ്യൂക്കേഷണൽ കരിയർ ഗൈഡൻസ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ പല കുട്ടികൾക്കും ഞാൻ പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ ഇന്ത്യയിലെ ലീഡിങ് ഹോസ്പിറ്റലായ അപ്പോളോ, ഫോർട്ടീസ്, മണിപ്പാൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ നേഴ്സിംഗ് പ്ലേസ്മെൻറ്റും അല്ലാതുള്ള പ്ലേസ്മെൻറ്റുകളൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി കുടുംബങ്ങൾ നല്ല നിലയിൽ എത്തുകയും പലരുടെയും സന്തോഷം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് സംതൃപ്തിയാകുവാൻ സാധിച്ചിട്ടുണ്ട്. സാറേ, എൻ്റെ ഒരു സംശയമാണ്, ഈ കേസറ്റ് ഇല്ലാതെ കർണാടകയിൽ നേഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ? ഈ കേസറ്റ് എന്ന് പറഞ്ഞാൽ കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതാണ്. അപ്പം ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ നേഴ്സിങ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാർമസി ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പല കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ വേണമെന്ന് കർണാടകത്തിൽ ഈ കഴിഞ്ഞ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ പ്രകാരം കർണാടകയിൽ പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികളും എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം എന്നൊരു നിയമം വരികയും ചെയ്തു. എന്നാൽ പലപ്പോഴും അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുകയല്ല. അതോടൊപ്പം തന്നെ സാറ് ചോദിച്ചതുപോലെ തന്നെ നമുക്ക് കേസറ്റ് ഇല്ലാതെയും കർണാടകയിൽ നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാനൊക്കും. അതായത് നമുക്ക് ഈ പല ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം അവിടെയാണ് അവരുടേതായ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് കുട്ടികൾക്ക് നമുക്ക് കേസറ്റ് ഇല്ലാതെയും അഡ്മിഷൻ എടുക്കാനുള്ള അവസരങ്ങൾ കർണാടകത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 100 സീറ്റ് ഉണ്ടെങ്കിൽ 80 സീറ്റ് വരുന്ന 20 സീറ്റ് മാനേജ്മെൻറ്റിനുള്ള അവസരങ്ങളും ഉണ്ട്. അപ്പം കഴിഞ്ഞ നാളുകളിൽ അത് സമയാസമയങ്ങളിൽ അതിൻ്റെ നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേസറ്റ് ഇല്ലാതെയും കർണാടകയിൽ നഴ്സിംഗ് അഡ്മിഷൻസ് എടുക്കാനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. ഉണ്ട്. സാറേ, അതുപോലെ തന്നെ ഈ നഴ്സിംഗ് പഠിച്ച കുട്ടികൾക്ക് വിദേശത്ത് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്? സാറേ, ഈ നഴ്സിംഗ് എന്ന് പറയുമ്പം ഇതൊരു 3 വർഷത്തെ കോഴ്സുണ്ട്, 4 വർഷത്തെ കോഴ്സുണ്ട്. 3 വർഷത്തെ കോഴ്സ് ഡിപ്ലോമ ഇൻ നഴ്സിംഗ്, 4 വർഷം BSc നഴ്സിംഗ് കഴിഞ്ഞു. ഈ കഴിഞ്ഞ കുട്ടികൾക്ക് പ്രധാനമായിട്ട് നമുക്കുള്ള ഒന്ന് IELTS, ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം, IELTS, അതുപോലെ OET, ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ട്രെയിനിങ്, OETയും, അതോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിക്കൊണ്ട് വന്നിരിക്കുന്ന ജർമ്മനി, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് A1, A2, B1, B2 കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് 1 രൂപ പോലും മുടക്കാതെ അവിടെ പോയി നല്ല രീതിയിൽ ഫാമിലിയായിട്ട് സെറ്റിൽ ആവാനുള്ള സാധ്യതകൾ ഈ നാളുകളിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആരുടെയും തന്നെ സഹായമില്ലാതെ അവനവൻ തന്നെ പഠിച്ച് അവനവൻ തന്നെ ടെസ്റ്റ് എഴുതി ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങളിൽ പോകാനും കടന്നു ചെല്ലാനും ഒരു പറ്റിയൊരു കോഴ്സാണ് ഈ നേഴ്സിംഗ് എന്ന് പറയുന്നത്. അതാണ് ഈ നേഴ്സിങ്ങിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ്. അപ്പം നമുക്ക് പ്രധാനമായിട്ട് ഓസ്ട്രേലിയ, UK, ജർമ്മനി, കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അവസരങ്ങൾ ഒത്തിരി, പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡിന് ശേഷം നല്ല രീതിയിൽ ഓപ്പണിംഗ് ആവുന്നുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലുള്ള രാജ്യങ്ങളിലുള്ള വേക്കൻസികൾ ഫില്ലാവുന്നതുമുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ പല ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ ഈ ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് അങ്ങനെ ഈ രീതിയിലുള്ള എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ആരുടെയും തന്നെ സഹായമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് എത്തിപ്പെടാനുള്ള നല്ലൊരു അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതാണ് നേഴ്സിംഗിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം ഉണ്ടെങ്കിലും സാറിനെ വിളിച്ചാൽ മതിയല്ലോ. തീർച്ചയായിട്ടും. ഈ വീഡിയോയിൽ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്.